ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പബ്ലിഷ് OX എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. ഇതിലപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് ഏർണിങ്സ് ലഭിക്കുന്നത് ക്രിപ്റ്റോ ആയിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഏതൊരു വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും നമ്മളിപ്പോൾ സാധാരണ US ഡോളേഴ്സ് ഏൺ ചെയ്യുന്ന വെബ്സൈറ്റ് ആണെങ്കിലും അതിനിപ്പോൾ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ക്രിപ്റ്റോ അല്ലെങ്കിൽ ബിറ്റ്കോയിനൊക്കെ ഏൺ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ മിക്ക വെബ്സൈറ്റിനും വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കംപ്ലീറ്റ്ലി ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. പക്ഷേ ഇത് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ റൈറ്റേഴ്സിനെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആർട്ടിക്കിളൊന്നും റൈറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിലും ചെറിയൊരു എമൗണ്ട് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ മറ്റൊരു ഓപ്ഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. കോപ്പി പേസ്റ്റ് ചെയ്യരുത്, അത് പ്രോബ്ലം ആവും. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അത് മുഖേന നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏകദേശം ഇതുപോലെ ഒരു സ്ക്രീനായിരിക്കും കാണുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ ആർട്ടിക്കിൾ റൈറ്റിങ്ങിന് മുമ്പ് മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഏൺ ചെയ്യാൻ പറ്റുക. അതാണ് ഇപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാം ഓരോ ആർട്ടിക്കിളിൻ്റെ താഴെ ഡോളേഴ്സ് കാണിച്ചിരിക്കുന്നത്. $1, അതുപോലെ തന്നെ 0.57, $2.51 എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്ത ആൾക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ടാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ഒരു 5-6 ആർട്ടിക്കിൾ ഡെയിലി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു $10-15 ഇതിൽ നിന്ന് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് മാത്രം ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കും ഇപ്പോൾ കാഴ്ചക്കാരായ അല്ലെങ്കിൽ വ്യൂവേഴ്സായ നമുക്കും ഇതിൽ നിന്ന് ഏർണിങ്സ് ലഭിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രോൾ ചെയ്യുക, താഴെ വരിക. ഏറ്റവും താഴെ നിങ്ങൾക്ക് 2-3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഹൗ ഡു യു റൈറ്റ് ദിസ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ലൈക്ക് ദിസ് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് കൊടുക്കാം. ഇനിയാണ് ഏർണിങ്സ് ലഭിക്കാനുള്ള ഓപ്ഷൻ. ഇതിൽ നിങ്ങൾക്ക് കാണാം ഹൗ മച്ച് ടു ടിപ്പ് ടു ദി ഓദർ ആൻഡ് ഹൗ മച്ച് യു വിൽ കീപ്പ്. അതായത് ഈ ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്ത ആൾക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ടിപ്പ് കൊടുക്കാം. ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസർ നമ്മൾ ഇതുപോലെ അല്ലെങ്കിൽ സ്ലൈഡർ നമുക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്പേഴ്സ് മാറുന്ന കാണാൻ സാധിക്കും. ഈ ഒരു ഇപ്പോൾ ഏറ്റവും കുറവ് നമ്മൾക്കിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ 20%, അതായത് ഇദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇവർ അത് ബേസ് ചെയ്തിട്ട് ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് ടിപ്പായിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ഏറ്റവും കുറവാണ് കൊടുക്കുന്നത് നല്ലത്, കാരണം ഈ ഒരു ടിപ്പിൻ്റെ 80% നമുക്കും വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് 20% ഓദറിനും പോവും, 80% നമുക്കും കിട്ടും. ഈ സ്ലൈഡർ നമ്മൾ മാറ്റുന്നതനുസരിച്ച് ഇപ്പോൾ 60% ഓദറിന് പോവും, 40% നമുക്കും കിട്ടും, നമ്മളുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. ഇതിൽ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന് ഇത് മുഖേന പല വരുമാനങ്ങളും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം ഓരോ കമ്പനീസ് ഇവർക്ക് കൊടുക്കുന്ന ആഡുകളാണ്. ഈ ആഡെല്ലാമാണ് ഇവരുടെ വരുമാനം. ഇപ്പോൾ ഞാൻ 20% ഓദറിന് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം ടിപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ടിപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യു ഹാവ് ടിപ്ഡ് dapp.com 0.0017. അപ്പോൾ BAT എന്ന് പറയുന്ന ടോക്കൺ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് 19.0019. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 0.0075 ബാറ്റാണ്. ബാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ടോക്കണാണ്, ക്രിപ്റ്റോ ടോക്കൺസ് ആണ്. ഇനി കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു ആർട്ടിക്കിളിന് ഇതുപോലെ ടിപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് നിങ്ങൾ കൊടുക്കണം. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം 9 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ഒരു ആർട്ടിക്കിളിൽ നമുക്ക് ഇതുപോലെ ടിപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഏർണിങ്സും മറ്റു കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ആർട്ടിക്കിളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം എത്തേറിയം എനിക്ക് ഇത്രയും ചെറിയ എമൗണ്ടാണ് ലഭിച്ചിരിക്കുന്നത് ടിപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ കൂടുതൽ എമൗണ്ട് നമുക്ക് ലഭിക്കാൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യണം ഇതിൽ. അതുപോലെ തന്നെ ബാറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ ടിപ്പിങ്ങിലൂടെ മാത്രം ഏൺ ചെയ്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, നിങ്ങളുടെ അക്കൗണ്ടിൽ വരിക, ബിക്കം ആൻ ഓദർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലോഗൊക്കെ എഴുതുന്ന ആളാണെങ്കിൽ അതിൻ്റെ ലിങ്ക് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 2 ലിങ്ക് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇത് ബ്ലാങ്ക് ഇട്ട് നോക്കാം, ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നോക്കാം. ഇനി നെക്സ്റ്റ് ഒരു സെക്ഷൻ വന്നിട്ട് വാട്ട് ഡു യു വാണ്ട് ടു ബ്ലോഗ് അബൌട്ട് ഓൺ പബ്ലിഷ് OX എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ ഇതിൽ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് ബ്ലോഗ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ആർട്ടിക്കിൾസൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ നിങ്ങൾ കൊടുക്കണം. കാരണം പെട്ടെന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ബ്ലോഗൊന്നും നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടൊരു ബ്ലോഗ് സ്പോട്ടിലോ മറ്റോ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ചെറിയൊരു ബ്ലോഗ് വല്ലതും എഴുതിയാൽ മതി, ഒരു ആർട്ടിക്കിൾ എന്തെങ്കിലും എഴുതിയാൽ മതി. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു വെബ്സൈറ്റിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ലിങ്കേ കൊടുക്കുന്നുള്ളൂ. ഇനി ഈ ഒരു സെക്ഷൻസ് എല്ലാം നിങ്ങൾ ടിക്ക് ചെയ്തിടുക.
അതായത് ഒറിജിനൽ കോണ്ടന്റ് മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നിവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് സ്പൺ ആർട്ടിക്കിൾ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർസ് ഒക്കെ വെച്ചിട്ട് റീറൈറ്റ് ചെയ്ത ആർട്ടിക്കിൾ നമ്മളിതിൽ സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ അക്കൗണ്ട് ബാൻ ആകുന്നു ഇത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിപ്പോൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇതിലിപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് ഇതിൽ നല്ല ഏർണിങ്സ് ലഭിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ പോപ്പുലർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുത്താൽ കാണാൻ സാധിക്കും. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഇത് ഞാൻ ഇന്നലെ ഇതിൽ ജോയിൻ ചെയ്ത ടൈമിന് ഒരാൾ പോസ്റ്റ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ $7.58 ക്രിപ്റ്റോ കറൻസീസ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു മലയാളി ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം 5 ആർട്ടിക്കിളോളം ഡെയിലി സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല ഏർണിങ്സ് ഇതിൽ ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ ഞാൻ ഇന്നലെ വായിച്ചതാണ്, ഇതിലെവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ സബ്മിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾസിനെല്ലാം നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട് ഓരോ ദിവസവും. നിങ്ങൾ മറ്റൊന്നും അറിയേണ്ട. ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ആരെങ്കിലും വന്ന് ടിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഈ ആർട്ടിക്കിൾ റൈറ്റ് ചെയ്യുന്ന ആൾക്കും അതുപോലെ തന്നെ ടിപ്പ് ചെയ്യുന്ന ആൾക്കും കിട്ടുന്നതാണ്. അപ്പോൾ നല്ലൊരു കോൺസെപ്റ്റാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. മെയിൻലി ഇത് ഈ ക്രിപ്റ്റോ കറൻസിനെയൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വെബ്സൈറ്റുകൾ ഇവർ ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഇത് അത്യാവശ്യം നല്ലൊരു ആർട്ടിക്കിളാണ് ഇദ്ദേഹം റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, എനിക്ക് ഇനിയും 4 മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടൈമർ ഇതുപോലെ നിങ്ങൾ ടിപ്പിംഗ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ടൈമർ ഇതുപോലെ കൂടിക്കൊണ്ടുവരും. ഏകദേശം ഒരു 5 പ്രാവശ്യമെങ്കിലും മാക്സിമം നമുക്ക് ടിപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു ദിവസം. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതാണ്. അതിന് നല്ല റെസ്പോൺസ് കിട്ടും, അതിന് നല്ല ഏർണിങ്സും ലഭിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ കാണാം സ്റ്റിൽ പെൻഡിങ് ആണ്. ഇത് ബീറ്റ വേർഷനാണ്. ഇവരിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെയിൽ വരുന്നതാണ്. ഞാൻ എന്തായാലും അത്യാവശ്യം കുറച്ച് നാളെന്തായാലും ഇതിലൊന്ന് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ആർട്ടിക്കിളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ആകെ ചെയ്യേണ്ടത് ഇസൈൻ ആർട്ടിക്കിൾ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക. ഓക്കെ, നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്ത് എഴുതാം. സെയിം സാധനം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ റീറൈറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിന്നോ അല്ലെങ്കിൽ പുതിയ ബിറ്റ് കോയിൻ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രിപ്റ്റോ എന്ന് ഞാൻ കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ആയിരക്കണക്കിന് ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ നാനോ കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇതിൽ വരിക, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, ഇതിനെക്കുറിച്ച് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് റീറൈറ്റ് ചെയ്തിടുക. ഇത്രയും വലിയ ആർട്ടിക്കിളൊന്നും വേണ്ട, ചെറിയ ആർട്ടിക്കിൾ മതി. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഇതുപോലെ ഒന്ന് റീറൈറ്റ് ചെയ്തതിന് ശേഷം 2-3 ഇമേജസ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ അട്രാക്ഷൻ ലഭിക്കും, കൂടുതൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇമേജസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ പിക്സബയിൽ പോകുക. ഓക്കെ, എല്ലാം ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഈ ഒരു പ്രോസസ്സിനില്ല. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിറ്റ് കോയിനോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേർഡ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരു കോപ്പിറൈറ്റും ഇല്ലാത്ത ആയിരക്കണക്കിന് ഇമേജസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ 2-3 ഇമേജസും കൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്ഷൻ കിട്ടും, നിങ്ങളുടെ ആർട്ടിക്കിളിന് വ്യൂവും കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു വെബ്സൈറ്റ് തന്നെയാണിത്. ഒരിക്കലും നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യരുത്, മറ്റുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. കാരണം ആ സമയത്തൊന്നും നിങ്ങൾക്കിപ്പോൾ ബാനൊന്നും കിട്ടില്ല. പക്ഷേ വിഡ്രോവൽ ടൈമിന് ചിലപ്പോൾ ഇവർ നമ്മളെ ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലുള്ള സൈറ്റുകളിൽ നിന്ന് വായിച്ചു നോക്കി നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ചെറിയ വേർഡിങ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് റീറൈറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ലാതെ നമുക്ക് ഏർണിങ്സ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ അംബാസഡർ ഓപ്ഷൻ ഉണ്ട്, അംബാസഡർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അത് മുഖേന ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്ത ആൾ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ടിപ്പിൻ്റെയും 5% നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആക്ച്വലി 100%ൻ്റെ 5% നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടിപ്പ് ചെയ്യുന്ന ഓർഡറിന് കിട്ടുന്നതും നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെയും 5% ഇതിൽ റെഫർ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അംബാസഡർ ഓപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലിങ്ക്, അംബാസഡർ ലിങ്ക് ഇതാണ്. ഇത് മുഖേന നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ജോയിൻ ചെയ്ത് അവരിതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 5% നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ വെബ്സൈറ്റൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇതുപോലുള്ള ആഡുകൾ അവർക്ക് HTML കോഡായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം അവരുടെ വെബ്സൈറ്റിൽ. അതിൽ നിന്നും ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ 5% നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ യാതൊരു ചിലവുമില്ലാതെ ചില്ലറ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ പേയ്മെൻറ്റ് ത്രഷോൾഡൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ്സ് എടുക്കുക. പേയ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മിനിമം വിഡ്രോവൽ എത്രയെന്ന്. ഇപ്പോൾ സ്റ്റേബിൾ കോയിൻ എന്ന് പറഞ്ഞാൽ ഡായ് കോയിനാണ്. അതിന് 0.09940 ഉണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം. ഇതാണ് മിനിമം ത്രഷോൾഡ്. അതുപോലെ തന്നെ ബാറ്റ് ബേസിക് അറ്റൻഷൻ ടോക്കൺ ആണെങ്കിൽ 2.8 വേണം. ലൂപ്രിംഗ് ആണെങ്കിൽ 5.49. അപ്പോൾ ഈ ടോക്കൺസ് എല്ലാം നമുക്ക് വിഡ്രോ ചെയ്യാം. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. എനിക്കിപ്പോൾ മിനിമം ബാലൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ എത്തേറിയം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് 0.002 എത്തേറിയം ആണെങ്കിൽ നമുക്ക്
വിഡ്രോ ചെയ്യാം. അതിൻ്റെയൊക്കെ അഡ്രസ്സ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ 4 രീതിയിലാണ് അപ്പോൾ നമുക്ക് വിഡ്രോവൽസ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ കോയിനും നിങ്ങൾക്ക് ഒരു വാലറ്റിൽ കീപ്പ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അറ്റോമിക് വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊരു ചെറിയൊരു വാലറ്റാണ്, നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ അറ്റോമിക് വാലറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് അതിൽ നിന്ന് സേവ് ചെയ്ത് വെക്കാം, അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാനിപ്പോൾ എനിക്ക് മറ്റു പല വാലറ്റുകളും ഉള്ളത് കാരണം ഞാൻ ഇതൊന്നും സേവ് ചെയ്ത് വെക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു എല്ലാ കോയിൻസും സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റോമിക് വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഏകദേശം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഭാഗം വീഡിയോ എടുക്കുന്നത്. കാരണം 2 ദിവസം പിടിക്കുന്നുണ്ട് നമുക്ക് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യുവർ ബ്ലോഗ് യുവർ പോസ്റ്റ് എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻസ് എല്ലാം കാണാൻ സാധിക്കും. അതിൽ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പേരിലൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യുവർ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ദെൻ ക്രിയേറ്റ് ന്യൂ ബ്ലോഗ് എടുക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ ബ്ലോഗിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പേരിനനുസരിച്ച് പേജ് ക്രിയേറ്റഡ് ആകും. ഈ പേജ് നമുക്ക് വേണമെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ കൂടുതൽ ടിപ്സ് എല്ലാം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിനുശേഷം ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഏത് രീതിയിലുള്ള പോസ്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിനൊക്കെ കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ മതി. ദെൻ സേവ് ബ്ലോഗ് കൊടുക്കാം. എന്തെങ്കിലും ഇമേജൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇനി ആകെ ചെയ്യേണ്ടത് റൈറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾക്കിപ്പോൾ ക്രിപ്റ്റോ ബേസ്ഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബേസ്ഡ് ആയിട്ടുള്ള റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഈ ബ്ലോഗ് പോസ്റ്റിൽ നമ്മളുടെ റെഫറൽ ലിങ്കൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റെഫറൻസിനെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഈ ഒരു വെബ്സൈറ്റ് തരുന്നുണ്ട്. അപ്പോൾ ലിങ്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം എഡിറ്റ് ലിങ്ക് അല്ലെങ്കിൽ ഇൻസേർട്ട് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ലിങ്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളതിനെയൊക്കെ കുറിച്ച്. ആദ്യം തന്നെ നമുക്കൊരു ചെറിയൊരു ടൈറ്റിൽ കൊടുക്കാം. ഇപ്പോൾ ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ബ്ലോഗ് ചെയ്യാം. പക്ഷേ ഇതിൽ കൂടുതൽ ഇപ്പോൾ ക്രിപ്റ്റോ ബേസ്ഡുള്ള വാർത്തകളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏത് സബ്ജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, യാതൊരു പ്രോബ്ലവും ഇല്ല. അതിനെല്ലാം നിങ്ങൾക്ക് പോയിൻറ്റ്സും വ്യൂസ് എല്ലാം കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ക്രിപ്റ്റോ ബേസ്ഡുള്ള ന്യൂസുകളും മറ്റും വായിച്ച് നോക്കിയിട്ട് എൻ്റേതായ രീതിയിൽ റീറൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ആർട്ടിക്കിൾ ഉണ്ട് ഈ കോയിനെ കുറിച്ച്. അത് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ അതിൽ ഏൺ ചെയ്തതും അതുപോലെ തന്നെ നമുക്ക് അതിലെന്തൊക്കെ ഏൺ ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും മുതലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാനൊരു ഇമേജ് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ആൻഡ് ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഈ ഒരു ഇമേജാണ് ഇപ്പോൾ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് സേവ് ചെയ്യുക. ഓക്കെ, ആ ഒരു ഇമേജ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ സൈൻ അപ്പ് ഹിയർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം കൂടുതൽ റെഫറൻസ് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈൻ അപ്പ് ഹിയർ എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബോൾഡൊക്കെ ആക്കി കൊടുക്കാം ഈ ടെക്സ്റ്റ്. ഇനി നമ്മളുടെ സൈൻ അപ്പ് ലിങ്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ റെഫറൽ ലിങ്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോയിനിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റെഫറൽ ലിങ്ക് കോപ്പി ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ടാർഗറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ന്യൂ വിൻഡോ കൊടുക്കുക. അതായത് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ന്യൂ വിൻഡോ ക്ലിക്ക് ചെയ്യുക, ദെൻ ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ലിങ്കും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം കളർ ചേഞ്ചും മറ്റു കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കണ്ടിട്ട് നമ്മുടെ സ്ക്രീൻഷോട്ടൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ സൈൻ അപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ താഴെ തന്നെ വേണമെങ്കിൽ നമുക്കിപ്പോൾ പേയ്മെൻറ്റ് പ്രൂഫൊന്നും അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. അതിൻ്റെ താഴെ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്ക്രീൻഷോട്ടോ മറ്റു ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, ഇതുപോലെ സ്ക്രീൻഷോട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജസ് ഒക്കെ കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും, ആളുകൾക്ക് ഇത് കാണാനും പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വസീറെക്സ് എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൻ്റെ റെഫറൽ കോഡ് കൊടുക്കണമെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ലിങ്ക് ആഡ് ചെയ്യാം. മറ്റുള്ള എന്ത് ലിങ്ക് വേണമെങ്കിലും ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ ഹെഡിങ് വൈസ് നിങ്ങൾക്ക് ഇതുപോലെ ബോൾഡൊക്കെ ആക്കി കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഓരോ ടൈറ്റിലും നിങ്ങൾക്ക് ഇതുപോലെ ബോൾഡാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതൊരു വെബ്സൈറ്റിൽ പോയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിപ്റ്റോ ബേസ്ഡ് ആണെങ്കിൽ കൂടുതൽ റീച്ച് ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങളുടേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം പേയ്മെൻറ്റ് സമയം എത്തുമ്പോൾ ഇവർ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡിക്ലൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും മറ്റുള്ള വെബ്സൈറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാതെ നിങ്ങളുടേതായ രീതിയിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റീറൈറ്റ് ഒക്കെ ചെയ്തിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലോഗ് സെലക്ട് ചെയ്യാം.
ഞാനിപ്പോൾ ഗ്രാഫിക് എംപയർ എന്ന് പറയുന്ന ബ്ലോഗാണ് ചെയ്യുന്നത്. ദെൻ ടാഗ് എന്ന് പറഞ്ഞാൽ കീവേഡ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിപ്റ്റോ കറൻസി, ക്രിപ്റ്റോ, ഇതെല്ലാം അല്ലെങ്കിൽ ക്രിപ്റ്റോ ന്യൂസ് എന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും കീവേഡ്സ്. അപ്പോൾ ആളുകൾ അത് ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ കീവേഡ് എല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കീവേഡ്സ് മറ്റു കാര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, തമ്പനെയിലെ സെക്ഷനിൽ നമുക്ക് ഈ ഇമേജ് തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസ് ഇതിൽ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇതിലൊരു ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ദെൻ സേവ് ആൻഡ് പ്രിവ്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു ബ്ലോഗ് പോസ്റ്റ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം സൈൻ അപ്പ് ഹിയർ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ ആ ലിങ്കിലേക്ക്, റെഫറൽ ലിങ്കിലേക്ക് പോകും. അപ്പോൾ റെഫറൽസ് പ്രൊമോട്ട് ചെയ്യാനും ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൽ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ പബ്ലിഷ് പോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ പബ്ലിഷ്ഡ് ആവുള്ളൂ. ഇതെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ കണ്ടൻറ് ആയിരിക്കണം. ഇവിടെ പ്രത്യേകം കാണിച്ചിട്ടുണ്ട് ഓൾ ദ ടിപ്സ് മെയ്ഡ് ടു ദിസ് പോസ്റ്റ് ആൻഡ് അതർ പോസ്റ്റ് വിൽ ബി റിമൂവ്ഡ് വിത്തൗട്ട് വാർണിംഗ് ഇഫ് കണ്ടന്റ് പബ്ലിഷ് ഇസ് കോപ്പി പേസ്റ്റഡ് ഓർ സ്പൺ. അതായത് സ്പൺ ആർട്ടിക്കിൾ, ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് റീറൈറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് റിമൂവ് ചെയ്യും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമുക്കിപ്പോൾ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബ്ലോഗ് പോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് പേജിൽ വരുന്നത്. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ ആദ്യം ഞാൻ കാണിച്ച ഭാഗത്തിൽ ടിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അത് ആഡായിക്കൊണ്ടിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ടിപ്പ് എന്തായാലും കിട്ടും. കാരണം ടിപ്പ് ചെയ്യുന്ന ആൾക്കും വരുമാനമുള്ളത് കാരണം തീർച്ചയായിട്ടും അവർ ടിപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതുപോലുള്ള ക്രിപ്റ്റോ ബേസ്ഡ് കോയിൻസിനും മറ്റും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു കമ്മ്യൂണിറ്റി തന്നെയായിരിക്കും ഈ ഒരു വെബ്സൈറ്റ്. എന്നാൽ മാത്രം അല്ലെങ്കിൽ വെറുതെ എന്തായാലും ഇവർ ടിപ്സും മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കമ്മ്യൂണിറ്റി തന്നെയാണ്. അവരുടെ എല്ലാ കോയിൻസും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൂടിയിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ന്യൂസ് സെക്ഷൻ നമുക്കത് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. അവിടെ ബ്ലോഗ് അതിൽ വന്നിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഇപ്പോൾ വന്നിട്ടുണ്ട്. 48 സെക്കൻഡ്സ് മുമ്പാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഈ കോയിൻ ഗെറ്റ് അൺലിമിറ്റഡ് ഈ കോയിൻ വിത്തൗട്ട് സ്പെൻഡിങ് എ ഡൈം എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് കാണാം 48 സെക്കൻഡ്സിനുള്ളിൽ തന്നെ എനിക്കിപ്പോൾ $0.01, അതായത് ഓരോ കോയിൻസ് ആയിട്ടാണ് ലഭിക്കുന്നത്. ഇതിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ബാറ്റ് എന്ന് പറയുന്ന ക്രിപ്റ്റോ ടോക്കൺ ആയിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത ആ ഇമേജും തമ്പനെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആ ഒരു ബ്ലോഗിലേക്ക് പോകും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു വെബ്സൈറ്റിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർട്ടിക്കിളൊക്കെ റൈറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ഞാൻ നേരത്തെ കാണിച്ച പോലെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ റീറൈറ്റ് ചെയ്തെഴുതുക. മാക്സിമം ഇമേജസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇതുപോലുള്ള ഇമേജസൊന്നും കോപ്പി റൈറ്റ് വരാൻ സാധ്യതയില്ല. ഇപ്പോൾ മറ്റുള്ള ഇമേജസൊക്കെ ആണെങ്കിൽ നിങ്ങൾ പിക്സാബേയോ അല്ലെങ്കിൽ പെക്സൽസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡ് മറ്റു കാര്യങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ കോയിൻസും ടോക്കൺസൊക്കെ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ചെറിയ എമൗണ്ടാണ്, കാരണം ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 8 വ്യൂ ഇപ്പോൾ ഓൾറെഡി ബ്ലോഗിന് കിട്ടിയിട്ടുണ്ട്. 0.01, അതായത് ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് ചെറിയ എമൗണ്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ കുറച്ചുകൂടി സമയം വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് കാണിക്കുകയാണ് പേജ് ഒന്നുകൂടി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ അപ്ലോഡ് ചെയ്ത ബ്ലോഗ് പോസ്റ്റിന് 74 വ്യൂവും അതുപോലെ തന്നെ 11 സെൻസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പോലെ ഒരു 5 ആർട്ടിക്കിളൊക്കെ നിങ്ങൾക്ക് ഡെയിലി പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും $15-20 വരെയൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതല്ല ഒരു 2-3 ആർട്ടിക്കിളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും $10 എന്തായാലും നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഇപ്പോൾ തന്നെ ഇത്രയായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാത്രി ക്രിയേറ്റ് ചെയ്ത് രാവിലെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഏർണിങ്സ് എല്ലാം ഇവിടെ ലഭിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇത്ര ആയിട്ടുണ്ട്. നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട, ഇതുപോലെ ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടാൽ മാത്രം മതി. ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് ഇതുപോലെ ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ല ആർട്ടിക്കിൾ റൈറ്റേഴ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ എമൗണ്ടൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഒരാളുണ്ട് അബി എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു, മലയാളിയാണെന്ന് തോന്നുന്നു. പുള്ളി ഏകദേശം 8-9 ആർട്ടിക്കിളൊക്കെ ഡെയിലി ഇടുന്നുണ്ട്. അതിൽ ഓരോ ആർട്ടിക്കിളിനും $5-6-7 ഡെയിലി കിട്ടുന്നുണ്ട് ഓരോ ആർട്ടിക്കിൾ വെച്ചിട്ട്. അദ്ദേഹത്തിനൊക്കെ നല്ല ഏർണിങ്സ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു വെബ്സൈറ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിനെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.